ഈ മാനിപ്പുലേഷനിൽ ഒരുപാട് ആളുകൾ വീണ് പോകും. അവരതിൻ്റെ അകത്ത് കിടന്ന് സ്ട്രെസ്സാവും, ഡിപ്രഷനാവും, മാനസികമായിട്ട് തകരും, ഉറക്കമില്ലാത്ത അവസ്ഥ വരും. നമ്മൾ ചെയ്യാത്തൊരു കാര്യം, നമ്മൾ പറയാത്തൊരു കാര്യം, നമ്മൾ ആലോചിക്കാത്തൊരു കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ പൊട്ടിത്തെറിക്കും. പുതിയൊരു വീട്ടിലോട്ട് ചെന്ന് കയറുന്നത്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പുതിയൊരു സ്ഥലത്തോട്ട് ചെന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് വളരെ കൂടുതലാണ്. വർഷങ്ങളോളം ഈ കൺഫ്യൂഷനിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പാർട്ട്ണർക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വരുന്നവൻ ഫേക്കാ. ചേട്ടാ, മാനിപ്പുലേഷൻ ഇൻ റിലേഷൻഷിപ്പ് ശരിക്കും എന്താണത്? ഈ ഞാനൊരു സാഹചര്യം പറയാം. അതായത് ഒരു വിവാഹം കഴിയുന്നു. ആ വിവാഹത്തിന് ശേഷം ആ പാർട്ട്ണർക്ക് ആ വ്യക്തിയോട് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു താല്പര്യമില്ലായ്മ അനുഭവപ്പെടുന്നു. താല്പര്യം ഇല്ലായ്മ അനുഭവപ്പെടുന്ന സമയം മുതൽ ഈ പാർട്ട്ണർ അടുത്ത നിമിഷം ചിന്തിക്കുന്നത് അയാൾക്ക് അതിൽ നിന്ന് പുറത്തു പോകണം. പുറത്തു പോകാൻ എന്താ വഴി? എന്തായാലും കല്യാണം കഴിഞ്ഞു, വേറെ ഓപ്ഷനൊന്നുമില്ല. അതിപ്പോൾ ഒരു പ്രേമമായിക്കോട്ടെ, എന്തോ ആവട്ടെ, ഒരു ബിസിനസ് ആവട്ടെ, എന്ത് വേണമെങ്കിലും ആവട്ടെ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്നും അല്ലെങ്കിൽ എന്തോ വലിയൊരു കാര്യങ്ങൾ ചെയ്തു എന്നും തോന്നിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ചെറിയൊരു കാര്യം വലിയൊരു കാര്യങ്ങളായിട്ട് ഊതിപ്പെരിപ്പിക്കും. എന്നിട്ട് ആ ചെറിയ കാര്യങ്ങൾക്ക് ഇത് നീ മാപ്പ് കിട്ടാത്തൊരു കാര്യമാണ്, ഇത് എന്ത് വലിയ സംഭവമാണ്, നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു ചെറിയൊരു കാര്യമല്ലേ, അല്ല എന്ന് പറഞ്ഞ് ആ ബന്ധത്തെ ഏറ്റവും മോശമാക്കും. ശരിക്കും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇൻസെക്യൂരിറ്റിയാണ്. അതായത് അയാൾക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അന്നത് ഓപ്പണായിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ പല സെക്ഷൻസ് പല കൗൺസിലിംഗ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അതായത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നതെന്ന് ആ വ്യക്തികൾക്ക് അറിയില്ല. റിലേഷൻഷിപ്പിലാണെങ്കിലും മാരേജ് ആണെങ്കിലും ഡിവോഴ്സ് ആണെങ്കിലും എന്തൊരു കാര്യത്തിലാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഇതിനെ പറ്റി ഒരു ധാരണയില്ല. അപ്പോൾ എന്ത് സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർ ഉണ്ടാക്കിയെടുക്കുന്ന മാനിപ്പുലേഷനാണ്. ഈ മാനിപ്പുലേഷനിൽ ഒരുപാട് ആളുകൾ വീണ് പോകും. അവരതിൻ്റെ അകത്ത് കിടന്ന് സ്ട്രെസ്സാവും, ഡിപ്രഷനാവും, മാനസികമായിട്ട് തകരും, ഉറക്കമില്ലാത്ത അവസ്ഥ വരും. അതായത് ഇപ്പോൾ ഭാര്യയാണ്, നീ കുഞ്ഞുങ്ങളെ നോക്കിയില്ല, നീ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നീ പൈസ കൊണ്ടുവരുന്നില്ല, നീ ഭയങ്കര ദൂർത്ത് ചിലവാണ്, അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നില്ല, എനിക്ക് ഫിസിക്കലി ആയിട്ടുള്ള അറ്റൻഷൻ തരുന്നില്ല. ഇങ്ങനെ മുതൽ എല്ലാത്തിലും കുറ്റം പറഞ്ഞ് ആലോചിച്ച് നോക്ക്. നമ്മുടെ കൂടെ ഒരാൾ ഇങ്ങനെ നിൽക്കുക കുറ്റം പറയാൻ വേണ്ടി. ആ വ്യക്തിക്ക് കൃത്യമായ ഐഡിയ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഓ ആ വ്യക്തിയുടെ സങ്കടം കൊണ്ട് പറയുന്നത്, ഒരിക്കലുമല്ല. ആ വ്യക്തി നമ്മുടെ മാനസികാവസ്ഥയെ കൃത്യമായി കണക്ക് കൂട്ടി എഴുതി കാര്യങ്ങൾ ചെയ്യും. ചില വ്യക്തികളുണ്ട് അതിരാവിലെ എഴുന്നേറ്റ് വഴക്കുണ്ടാക്കുന്ന വ്യക്തികൾ. എന്തിനാന്ന് പറഞ്ഞാൽ അവരുടെ അതാണ്. നമ്മൾ പതുക്കെ പോയിസൺ കൊടുത്ത് ആ വ്യക്തിയെ അങ്ങ് തളർത്തി കഴിഞ്ഞിട്ട് അവസാനം ഒരു നിമിഷം അപ്പോൾ ഈ വ്യക്തി തളരും. അതായത് ഈ ഞാനിപ്പോൾ ആതിരയുടെ മുമ്പിൽ ആതിര ചെയ്യാത്ത കാര്യം, അത് ചെറിയൊരു കാര്യത്തിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേൽക്കുന്നു കുറ്റം പറയുന്നു, വൈകുന്നേരം എഴുന്നേൽക്കുന്നു കുറ്റം പറയുന്നു. ഈ കുറ്റം കേൾക്കാൻ വേണ്ടി ചുറ്റും നമ്മുടെ വീടിൻ്റെ അകത്ത് മറ്റാളുകളുണ്ടാവുമല്ലോ, അവരുടെ മുമ്പിൽ ആതിര ആരായിട്ട് മാറും? ഒരു കുറ്റക്കാരിയായിട്ട് മാറും. ഇനി എന്താണെന്ന് പോലും തർക്കിക്കാൻ പോലും പറ്റില്ല. നമ്മൾ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത്? നമ്മൾ ചെയ്യാത്തൊരു കാര്യം, നമ്മൾ പറയാത്തൊരു കാര്യം, നമ്മൾ ആലോചിക്കാത്തൊരു കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ പൊട്ടിത്തെറിക്കും. നമ്മൾ ചെയ്ത കാര്യമാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കും. ഈ പൊട്ടിത്തെറി അടുത്തൊരു പ്രശ്നത്തിന് കാരണമാക്കും. അതായത് നീ ദേഷ്യപ്പെട്ടില്ല, നീ പൊട്ടിത്തെറിച്ചില്ല, ഞാൻ നിന്നോട് മര്യാദയ്ക്കല്ലേ സംസാരിച്ചേ എന്ന് പറഞ്ഞ് ഈ പൊട്ടിത്തെറിനെ അടുത്തൊരു വിഷയമാക്കും. പിന്നെ അതിൽ നിന്ന് അടുത്ത വിഷയങ്ങൾ ഉണ്ടാക്കും. അവസാനം എന്ത് പറ്റും? നീ നിന്റെ വീട്ടിൽ പോക്കോ, നീ നിന്റെ കയ്യിൽ നോക്കി പോക്കോ എന്ന് പറയുന്ന പോയിന്റോട്ട് കൊണ്ട് എത്തിക്കും. അതായത് ആ ഒരു വ്യക്തിക്ക് ആ ഒരു ബന്ധത്തിൽ നിലനിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ വ്യക്തി കൃത്യമായി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയെ ഭയങ്കര മോശമാക്കി മാറ്റിയിട്ട് ആ വ്യക്തിയുടെ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുകയും ചുറ്റും നിൽക്കുന്ന ആളുകളെ അത് വിശ്വസിപ്പിക്കുകയും ആ വ്യക്തിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്ന സ്റ്റേജിലോട്ട് കൊണ്ട് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ വ്യക്തിയുടെ മാനസികാവസ്ഥ മുഴുവൻ നശിപ്പിച്ച് ആ വ്യക്തി ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത, ഒരു രൂപ ഒന്നിനും ഗുണമില്ലാത്തൊരു വ്യക്തിയായിട്ട് പുറത്തു പോയിട്ട് അവസാനം ഇരുന്ന് ചിന്തിക്കും എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണല്ലേ. അതായത് ആ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് വിളിച്ചു പറയും, നിങ്ങളുടെ മോൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മകന് ഇന്ന പ്രശ്നമുണ്ടെന്ന് വിളിച്ചു പറയും. അപ്പോൾ ഒരു ബന്ധത്തിൽ ആർക്കാണോ ആവശ്യങ്ങൾ വരുന്നത്, ആർക്കാണോ മാനിപ്പുലേഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, ആ വ്യക്തി കൃത്യമായി കൊടുക്കുന്ന മാനിപ്പുലേഷനാണ് നമ്മൾ എപ്പോഴും പലപ്പോഴും വിളിക്കുന്നത് ഈ മാനിപ്പുലേഷൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാവില്ല. ഡിവോഴ്സ് മതി, ഡിവോഴ്സ് തന്നെ മറ്റേതെങ്കിലും ബന്ധത്തിലോട്ട് പോകാനായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അത്. എന്താ പറയുക, ഒരു വ്യക്തി പലപ്പോഴും ചെയ്യാത്ത തെറ്റുകൾക്ക് നീറി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അതിൻ്റെ അകത്ത്. ചേട്ടൻ ഈ പറയുന്ന കൺസെപ്റ്റിലാണെങ്കിൽ ഒരു നല്ല ഭാര്യയല്ല, അല്ലെങ്കിൽ നല്ലൊരു അമ്മയല്ല, നല്ലൊരു കാമുകിയല്ല, ഇങ്ങനെ വരുത്തി തീർക്കുകയാണോ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ പ്രധാനമായിട്ട് ചെയ്യുന്നത്? അല്ല, അങ്ങനെയാണല്ലോ. നമ്മൾ ഏതൊരു ബന്ധത്തിലെടുത്ത് നോക്കിക്കോ. അതായത് നമ്മൾ വിചാരിക്കുന്ന കൺസേൺ അല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ
ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ, അവന് ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവനൊരു കാര്യം ചെയ്യാൻ പറ്റില്ല, അവനെ കഴിവില്ലാത്തവനായി മാറ്റുന്ന എന്തോ ഒരു സൗഹൃദം ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആ കൂട്ടത്തിൽ അവനെ അങ്ങ് മാറ്റി നിർത്തും. ശരിക്കും അങ്ങനെയുള്ളവർ നമ്മൾ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടേ, തിരിച്ച് നമ്മൾ മാറ്റി നിർത്തും. അവരുടെ സന്തോഷങ്ങളിൽ നിന്നും ഇവനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവന് നമ്മൾക്കൊരു ബാധ്യതയായിട്ട് മാറും. ഇനി ചില വീടുകൾ എടുത്ത് നോക്കിക്കോ, 2 ആൺമക്കളിൽ 3 ആൺമക്കളുള്ള വീട്ടില് 3 മക്കളുള്ള വീട്ടില് അവൻ പുറത്തു പോയി ജോലി എടുത്ത് കുറച്ച് പൈസ സമ്പാദിക്കാൻ കഴിവില്ലാത്തവനാണെങ്കിൽ അവനെ വീട്ടിൽ ഒറ്റപ്പെടുത്തും. അച്ഛനും അമ്മയും ചേർന്ന് മണ്ടനെന്നും പൊട്ടനെന്നും കഴിവില്ലാത്തവനെന്നും എല്ലാം വിളിച്ചിട്ട് ഇവനെ ഒറ്റപ്പെടുത്തും. എന്നാൽ അവന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി സോൾവ് ചെയ്യാനല്ല ശ്രമിക്കണ്ടേ, തിരിച്ച് ചിലപ്പോൾ ഈ ഒരു കല്യാണം കഴിച്ച് വീടുന്ന വീട്ടിലാണെങ്കിൽ ഈ പെൺകുട്ടി ചിലപ്പോൾ ഒരു പുതിയ വീടാ, ഒരു പുതിയ സാഹചര്യമാണ്. നമ്മുടെ വീട്ടിൽ പെരുമാറുന്ന പോലെ പെരുമാറി കഴിഞ്ഞാൽ തൻ്റെ എന്നുള്ള പേര് വീഴും. നമ്മൾ അങ്ങനെ പെരുമാറിയില്ലെങ്കിൽ നമുക്ക് എന്ത് അസുഖം ഉണ്ടെന്ന്, അല്ലെങ്കിൽ നമുക്ക് എന്തൊരു കഴിവില്ല എന്നുള്ള പേര് വീഴും. അപ്പോൾ ഒരു പുതിയൊരു വീട്ടിലോട്ട് ചെന്ന് കയറുന്നത്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പുതിയൊരു സ്ഥലത്തോട്ട് ചെന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് വളരെ കൂടുതലാണ്. വർഷങ്ങളോളം ഈ കൺഫ്യൂഷനിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതായത് എൻ്റെ അച്ഛനോട് പെരുമാറുന്ന പോലെ ഇവരോട് പെരുമാറി കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യോ, അവർ അംഗീകരിക്കോ എന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ ആക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ അവർക്ക് തന്നെ അറിയാൻ പാടില്ല എന്താ ചെയ്യണേന്ന്. അതായത് ഈ അധികാരം പിടിച്ചു വാങ്ങുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അമ്മായിമ്മയുടെ കൺസെപ്റ്റിലായില്ല, അമ്മായപ്പൻ്റെ കൺസെപ്റ്റിലായില്ല, അല്ലെങ്കിൽ അവൻ്റെ ഫാൻറ്റസികളിലോട് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ പെരുമാറുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ ഇങ്ങനെയെല്ലാമാണ്, അതുകൊണ്ട് എൻ്റെ ഭാര്യ ഇങ്ങനെയെല്ലാമല്ല. കൂട്ടുകാരനല്ല ഞാൻ എന്ന് മനസ്സിലാക്കണ്ടേ. കൂട്ടുകാരൻ അവൻ്റെ ഭാര്യയോട് മര്യാദയ്ക്ക് പെരുമാറുന്നത് കൊണ്ടാണ് അവൻ്റെ ഭാര്യ തിരിച്ച് പെരുമാറുന്നത് എന്നീ ബോധം വരുന്നില്ല. തിരിച്ച് എൻ്റെ ഭാര്യ അങ്ങനെയല്ല, അവരെ പോലെയല്ല ഇവരെ പോലെയല്ല എന്നല്ല മനസ്സിലാക്കണ്ടേ. പലപ്പോഴും പല മനുഷ്യർക്കും ഈ സ്നേഹം അല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥത ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ല, കാരണം ഭയമാണ്. അതായത് എല്ലാത്തിനോടും ഇത്തരത്തിലുള്ള മനുഷ്യർ, ഈ സാഡിസം പോലെയുള്ള ആളുകൾ എല്ലാത്തിനോടും ഒരു ഭയം ക്രിയേറ്റ് ചെയ്ത് വെക്കും. കിടക്കുന്നതും ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും നടക്കുന്നതും എല്ലാത്തിനോടും ഒരു ഭയം, കോൺഫിഡൻസ് ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കും. പലപ്പോഴും ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് കൃത്യമായി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്താ നിങ്ങളുടെ ആവശ്യം? ഞാൻ പോയിത്തരണോ, ഞാൻ മാറിത്തരണോ, അതോ നിങ്ങൾക്ക് എന്നോട് താല്പര്യമില്ലയോ? സെക്ഷുവലി, അതായത് സെക്ഷുവലി സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാതെ വളരെ റൂഡായിട്ട് പെരുമാറുന്ന എത്ര വീടുകളുണ്ടെന്ന് അറിയാമോ? നമ്മൾ വിചാരിക്കും പല വീടുകളിലും വളരെ സമാധാനവും സന്തോഷമാണെന്ന്. ഒരിക്കലുമല്ല. അതായത് ആ ഒരു റിലേഷൻഷിപ്പ് പോലും കൊടുക്കാതെ, ഒരു സെക്ഷുവലി സാറ്റിസ്ഫാക്ഷൻ പോലും കൊടുക്കാതെ അതിനെ വർഷങ്ങളായിട്ട് പിടിച്ചു വെക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അവരതിനെ റിവഞ്ചായിട്ട് എടുക്കുക. ഇല്ല, ഞാൻ അവനെ സ്നേഹിക്കില്ല, അവൻ്റെ പ്രശ്നങ്ങളെ പറ്റി ഞാൻ ചോദിക്കില്ല, അവൻ്റെ തോളത്ത് തട്ടി എന്താണെന്ന് ചോദിക്കില്ല, ഒരു ഹഗ് കൊടുക്കില്ല, ഇല്ല, ഒന്നും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അത് അവരുടെ ഒരു വാശിയാണ്. എൻ്റെ ലൈഫ് തകർന്നു പോയി, എൻ്റെ കൂട്ടുകാരത്തിമാരെല്ലാവരും ഇങ്ങനെ ജീവിക്കുന്നത്, എൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. ഈ ഒരു താരതമ്യം ഉണ്ടല്ലോ, ഈ ഒരു നമ്മൾ എവിടെയാണോ നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് അവിടെ മുതൽ നമ്മൾ സ്ട്രെസ് ആവാൻ തുടങ്ങും. ഇത് എൻ്റെ ഡിഫറെൻറ്റാണ്. നമ്മൾ കാണുന്ന വ്യക്തികൾ അങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പൊ ഒന്ന് ആലോചിക്ക്, പല ഫേക്കായ കപ്പിൾസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നമ്മുടെ മുന്നിലൊക്കെ വരുമ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ജെന്റിലാണ്, ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നു, അവർ സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഫേക്കാണ്. എന്തിനാണ് കൗൺസിലിങ്ങിനപ്പോൾ അത്രയും നല്ല ഉത്തമമായ കപ്പിൾസ് വരുന്നത്? അല്ല, എൻ്റെ പ്രശ്നമല്ലാന്ന് തെളിയിക്കാൻ വേണ്ടി. രണ്ടുപേരും വാശിയാ. അതായത് എൻ്റെ ഒരു പ്രശ്നമല്ല, ഇത് ഇവളുടെ പ്രശ്നമാണ്. വൈഫ് പറയും അത് പുള്ളിയുടെ പ്രശ്നമാണ്. കുടുംബത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതിന് കൗൺസിലിങ്ങിന് വരുന്നു. ചില സമയത്ത് നിർബന്ധിച്ചും കൊണ്ടുവരും കൗൺസിലിങ്. അതായത് ശരിക്കും ഭർത്താവിന്റെ പ്രശ്നമായിരിക്കും, പക്ഷെ ഭാര്യ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഭാര്യയുടെ പ്രശ്നമായിട്ടാണ്. അങ്ങനെയാണ് ഭർത്താവ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്, നിന്റെ പ്രശ്നമാണ്. പലപ്പോഴും പുരുഷന്മാർക്ക് സെക്ഷുവലി ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ആ കാര്യത്തിനോട് പറ്റിയില്ലെങ്കിൽ, അവർ അടുത്ത നിമിഷം എടുത്തിടുന്ന കാരണം എന്ന് പറയുന്നത് ആ പെണ്ണിനൊരു പ്രശ്നമുള്ളതാണ്, സ്ത്രീക്കൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവളുടെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് ഹൈജീൻ അല്ല, അല്ലെങ്കിൽ അവൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവൾ ഇന്ന പോലെയാണ് പെരുമാറുന്നത് എന്നുള്ള കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആ സ്ത്രീകളെ പറ്റി. ശരിക്കും അവന് നന്നായിട്ട് അറിയാം, എനിക്കൊരു സ്ത്രീയെ കൃത്യമായി അവൾക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു അവൻ്റെ എന്താ ഗിൽറ്റി ഫീൽ ചെയ്യുന്നതാണ് ഈ സാധനം എല്ലാം ഡെവലപ്പ് ആവുന്നത്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്കത് കേൾക്കുമ്പോഴേ അറിയാം. എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞു വരുന്നവരും, എൻ്റെ പാർട്ട്ണർക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു വരുന്നവർ രണ്ടാ. പാർട്ട്ണർക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു വരുന്നവൻ ഫേക്കാ. മനസ്സിലായോ? പലപ്പോഴും ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അത് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ആർക്ക് പ്രശ്നമില്ലാതെ ഈ ലോകത്ത് എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന മനുഷ്യരെല്ലാം ഫേക്കാ. പ്രശ്നങ്ങളുണ്ട്, അതെ. ആ പ്രശ്നങ്ങളില്ല എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആയിരിക്കും ഒരു പക്ഷേ അവരുടെ ഇഷ്ടങ്ങൾ മൊത്തം.